ഏതാ കമ്പനിയുടെ പേര് എന്താ ജോലി എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അതല്ല പറഞ്ഞത് വെള്ളം പറഞ്ഞാലും വേണ്ടില്ല. വീട്ടുകാർക്ക് എന്താ പറയാൻ രാജീവ് ഒന്നുകൂടെ പ്രേമത്തെ കുറിച്ച് നിന്റെ കൺസെപ്റ്റ് എന്താണ്? വെറും ബോർ പരിപാടിയാണ്. ഓക്കെ ഓക്കെ, ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ലിജുവിന്റെ അടുത്തേക്ക് പോവാം. ലിജു, ഒരു ബാച്ചിലർ എന്നുള്ള രീതിയിൽ അങ്ങയുടെ പ്രേമത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, എന്തെങ്കിലും അങ്ങനെ പറയില്ല. എന്തെങ്കിലും അനുഭവം ഉണ്ടായിക്കാണ്, എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോടെങ്കിലും ഒരു സ്നേഹം നിർഗളിച്ചൊന്നും മതി നിന്നോട് മതി. ജയപ്രഭയോടാണ് ചോദിക്കുന്നത്. പ്രേമിച്ച് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണോ പറയണത്? അല്ല, ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഉപദേശം മാത്രമായി ഞാൻ കൺസിഡർ ചെയ്തോട്ടെ. ഇത് സ്ഥിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് നീങ്ങുന്നതാണ് എന്റെ ജീവിതത്തിൽ. ചെമ്പരത്തി പോ, ഇത് അമ്പലത്തിൽ നിന്ന് എടുത്താ കേട്ടോ. ഇനി സിജു ജോൺ, മിസ്റ്റർ ക്ലീൻ, നമ്മുടെ മിസ്റ്റർ ക്ലീൻ സിജു ജോൺ, പ്രേമത്തെ കുറിച്ച് അങ്ങയുടെ പറയുകയാണെങ്കിൽ ഭയങ്കര അനുഭവം. പറയൂ സിജു ജോൺ. എന്തായിരുന്നു? ഓക്കെ, രാജേഷ് നമ്മുടെ കൂട്ടത്തിൽ തലതൊട്ടപ്പൻ, പ്രേമത്തിന്റെ കേസിലുള്ള തലതൊട്ടപ്പൻ, അങ്ങയുടെ വലിയൊരു അഭിപ്രായം. ഒത്തിരി നല്ല സുന്ദരികളായ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന നമ്മുടെ സുന്ദരനായ സാറാണ്. അങ്ങക്ക് എന്തെങ്കിലും അഭിപ്രായം കാണും, പറഞ്ഞോളൂ. പറയൂ. ഞാൻ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് കല്യാണം കഴിക്കുന്ന സ്ഥലം. അങ്ങനെയാണ് ഒരു കാര്യം. സൗമ്യ ഒരിച്ചിരി നേരത്തേക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായം പറയൂ. അങ്ങ ഒരു സൂത്രശാലിയായ കാമുകരാണ്. ആ മുഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒത്തിരിയേറെ പ്രേമിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പ്രേമിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും കാരണം അതിന്റെ പറയും മെനക്കെട്ടിറങ്ങിയില്ല. ഓക്കെ, ഗുഡ് ആൻസർ. സുനു, പ്ലീസ് സുനു, അമ്മയെ കാണിക്കും ഞാൻ. അടി പറയൂ. പറഞ്ഞോളൂ. നിരാശാ കാമുകരാണ്. സുനു പറയൂ, ശരിക്കും നിരാശാ കാമുകരാണോ അങ്ങ്? അല്ല. ഓക്കെ, വിജേഷ്, കാമുകന്മാരുടെ കാമുകൻ വിജേഷ്. എല്ലാ പെൺപിള്ളേരുടെയും പുറകെ നടന്ന് ഒന്നും സക്സസ് ആവാത്ത കാമുകൻ. പറയൂ. ഏത് പെണ്ണിന്റെ കാര്യമാണ് താങ്കൾക്ക് പറയാനുള്ളത്? നമ്മുടെ കഴിച്ചി. മോന്റെ അഭിപ്രായം എന്താണ് പ്രേമത്തെ കുറിച്ച്? ഓക്കെ, മോള് പറയും. എന്നാ എനിക്ക് പ്രേമം ഉണ്ടായിട്ടില്ല. അയ്യോ, 2010 പൂടൂ, അല്ല 2009 പൂടൂ. എടി സത്യം പറ. എത്ര പേരുണ്ട്? 1, 5, 10 പേരിലേ ഉള്ളൊരു കയ്യില്. സത്യം പറ. ഇങ്ങോട്ട് നോക്കിയേ. സജീവേ, അങ്ങയുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായമാണ്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ചും അങ്ങയുടെ അഭിപ്രായം ഞാൻ അറിഞ്ഞേ പറ്റും. അങ്ങയുടെ പ്രേമത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും പ്രേമത്തെ പറ്റി പറഞ്ഞാല് എളുപ്പം പറ. രാജേഷ് പറഞ്ഞാണ് കറക്റ്റ് അഭിപ്രായം അല്ലേ? നമ്മൾ നോക്കിയ പെൺപിള്ളേരല്ല, നമ്മളെ വിട്ടില്ല, കല്യാണം കഴിച്ചു. എടാ, ഒന്ന് പ്രേമിക്കടാ ഇവിടെ കല്യാണം കഴിഞ്ഞോട്ട്. എന്തിനാ എന്റെ ജീവിതം പുലി പ്രക്കു ജൂനിയർ പ്രക്കു അവിടെ കൊണ്ടുണ്ടോ? ഇറങ്ങി വരുന്നുണ്ട്. അതെന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും പറയാനും സംസാരിക്കാനുമുള്ള രഹസ്യം എന്താണ്? കുറെ നേരമായി നിങ്ങൾ രഹസ്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫാമിലി മാറ്റേഴ്സ്. നിങ്ങൾക്ക് ഫാമിലി ആയോ ഇതുവരെ? ഇല്ല. ഓക്കെ, അത് വേറൊരു രീതിയിലുള്ള ഫാമിലി. ഓക്കെ, ശരി. അപ്പം നിങ്ങളുടെ കാര്യം പറയൂ. പ്രേമത്തെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം. എനിക്ക് പ്രേമം എന്ന കൺസെപ്റ്റിനോട് അഭിപ്രായമില്ല. ഞാൻ എപ്പോഴും അറേഞ്ച് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങയുടെ അഭിപ്രായം പറയുന്നേ എന്താണെന്ന്. ഇത് ഓർക്കുട്ടി പബ്ലിഷ് ചെയ്യാനുള്ളതാണ്. അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞേ പറ്റും ഞങ്ങൾക്ക്. ശരി, ഞാൻ ക്യാൻസൽ. കട്ട്.
It's okay. I can understand. പ്രഗു ഇവിടെ ഒരു വീഡിയോ ചാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജൂനിയർ ബാനർജി. ആരായിരുന്നു ആ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ബാനർജി? എന്തായിരുന്നു അയാളുടെ പേര്? ചാൾസ് ബാബേജ്. അല്ലേ, ചാൾസ് ബാബേജ് അല്ലായിരുന്നു? ചാൾസ് ബാബേജിന്റെ പ്രണയത്തെ കുറിച്ചുള്ള പ്രണയത്തെക്കുറിച്ചുള്ള അനുഭവം പറയുന്നേ. ബാംഗ്ലൂരിലുള്ള സുന്ദരികളായ പെൺപിള്ളേരെ ഉറക്കം കെടുത്തുന്ന കാമുകരാണെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പറയൂ. ഓക്കെ, നീന്തി കിടക്കുന്നു. പനി പിടിച്ച് കിടപ്പായിരുന്നു. 5 വയസ്സ് പനി പിടിച്ച് കിടന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ലിജുവിനെ മാത്രം ഉദ്ദേശിച്ചാണ് അരുൺ പറഞ്ഞിരിക്കുന്നത്. പ്രതികരിക്കാൻ ജോലിയില്ലേ? അതങ്ങ് ദുബായ് ഷേക്കിന്റെ നീയുണ്ടണ്ട നിന്നോട് അമ്മയൊക്കെ എനിക്കില്ലൊന്നും. ലിജുഷ, നീ ഒന്നും പറഞ്ഞില്ല ഇപ്പോഴും. നീ തന്നെ നിന്റെ കാര്യം പറഞ്ഞില്ല. സൗമ്യ, എന്തെങ്കിലും ഒന്നുകൂടെ പറയാനുണ്ടോ? ഇല്ല, പറഞ്ഞു തീർന്നു. മണ്ടയ്ക്ക് വരിപ്പുണ്ട്. എന്തു ഒന്ന് ചിരിച്ച ഒരു സ്മൈല്, ഒരു ഹാപ്പി സ്മൈൽ ഒന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടേ? മുട്ട വേണോ? പിന്നെ എന്താ വേണ്ടേ? ചിക്കൻ? നാണോ ആണോ? ഏറ്റവും മുകളിലിരുന്നേ. രണ്ട് മാസത്തേക്ക് വിസിറ്റിംഗ് സാർ. ഗൾഫ് കാണാൻ വേണ്ടി പോകണോ ജോലിക്ക് വേണ്ടി പോകണോ? എല്ലാരും ഇവിടെ വായ നോക്കിയിരിക്കണ്ട. പെട്ടെന്ന് പിന്നല്ല എനിക്ക് പോയാ പോണം പാസ്പോർട്ട് എടുത്തു. ഇവിടെ അറിയാതെ ഇവിടെ ഫോൺ എന്നെ വിളിക്കും. ഒന്നാമതെ വൃത്തിയുടെ അമ്മ, നീ ഒത്തിരി വൃത്തിയേടാക്കുക. ചേട്ടാന്ന് വിളിച്ചതാക്കൂട്ടന്റെ എന്തെങ്കിലും പറയടാ. ആറ് കലക്കുന്നില്ലോടി? നിന്നോടല്ലാതെ ആരോടാ? നിന്നെ വേറെ ആരോട് ചോദിക്കാനാണ്? എന്ത് ചെയ്യാൻ നല്ല രസമാണ്. അമ്പലം അല്ല, അമ്പലം പള്ളി തൃക്കീൽ മഹാദേവ ക്ഷേത്രം. ഒരിക്കലും വന്നാണ് നമ്മൾ വന്നാണ് ഇവിടെ പഠിക്കുമ്പോ. നീ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ പോളി വരുമ്പോ പഠിക്കുമ്പോ വരാൻ പറ്റിയ